പിണറായിയോട് തെറ്റിപ്പിരിഞ്ഞതിനു ശേഷം നാഴികയ്ക്ക് 40 വട്ടം എന്ന് പറയുന്നത് പോലെ PV അൻവർ പാണക്കാട്ടേക്കായിരുന്നു ഓടിപ്പോയിരുന്നത്. പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ കണ്ടുകൊണ്ട് എല്ലാം താൻ പറയുന്നത് പോലെ നടക്കാനായിട്ട് ഒപ്പം നിൽക്കണമെന്ന കണക്കുകൂട്ടലുമായിട്ടായിരുന്നു ഓരോ തവണയുമുള്ള പോക്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു തരത്തിലും ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി നിർത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയായിരുന്നു അൻവറിന്റെ ആദ്യത്തെ അജണ്ട. എന്നാൽ കോൺഗ്രസും ലീഗും അടക്കം ഒന്നിച്ചിരുന്ന UDFന്റെ ഒരൊറ്റ തീരുമാനത്തിലേക്കും അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരൊറ്റ പേരിലേക്കും എത്തിയപ്പോൾ അൻവറിന്റെ എല്ലാ പിടിവള്ളിയും നഷ്ടപ്പെടുകയായിരുന്നു. പാണക്കാട് ശിഹാബ് തങ്ങളോട് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ ചോദിച്ചു, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ പരസ്യമായ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അൻവർ രംഗത്തെത്തുമ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ ബാധിക്കുമോ എന്ന്. ഇവിടെ വളരെ സൗമ്യനായി നിന്നുകൊണ്ട് പാണക്കാട് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അതൊക്കെ അൻവറിന്റെ വൈകാരിക പ്രകടനങ്ങളല്ലേ, അതൊക്കെ ശരിയാക്കി വേണ്ട പോലെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ UDFനെ കൊണ്ട് സാധിക്കും. UDFനൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരുന്ന PV അൻവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ഒരു അസംതൃപ്തി പരസ്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കും? അതൊക്കെ UDF ചർച്ച ചെയ്ത് തീരുമാനിക്കും. കാരണം അതൊക്കെ ഇനിയും സമയമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വികാരമാണത്. ഈ ഒരൊറ്റ മറുപടിയിൽ എല്ലാ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഒരു തരം വികാര പ്രകടനം മാത്രം, അങ്ങനെ കണ്ടാൽ മതിയെന്ന്. വീണ്ടും മാധ്യമപ്രവർത്തകൻ അടുത്ത ചോദ്യം ചോദിച്ചു. അൻവറിനെ UDFനൊപ്പം ചേർത്ത് നിർത്തുമോ എന്നതായിരുന്നു അത്. ഇവിടെയും മുനവ്വർ അലി ശിഹാബ് തങ്ങൾ വിട്ടുകൊടുത്തില്ല. അതൊക്കെ UDF ഒന്നിച്ചിരുന്നുകൊണ്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച മറുപടി. PV അൻവറിനെ UDFനൊപ്പം തന്നെ ചേർത്ത് നിർത്തും, ചേർത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അല്ല, അത് പാർട്ടി തീരുമാനിക്കേണ്ടതാണ്. അത് UDF ഘടകകക്ഷികൾ ഒന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കും. അതായത് ഞാനിപ്പോഴും ബസിന്റെ സ്റ്റെപ്പിൽ തന്നെയല്ലേ നിൽക്കുന്നത്, അകത്തേക്ക് കയറിയിട്ടില്ല, സീറ്റിൽ പോലും ഇരുത്തിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി ചർച്ചകൾ കത്തി നിൽക്കുന്ന അവസരത്തിൽ PV അൻവർ പറഞ്ഞിരുന്നത്. അതിനുള്ള ഉത്തരമാണിത്. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ടുന്ന കാര്യമാണ്, സമയമെടുക്കുമെന്നത്. PV അൻവർ UDFനൊപ്പം നിൽക്കുന്നത് ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതിനുള്ള ശ്രമങ്ങൾ നടത്തുമെങ്കിലും ആത്യന്തികമായി UDF നിലമ്പൂരിൽ വിജയിക്കാനുള്ള പരിപാടികളിലേക്ക് മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന അവസാന ഉത്തരം കൂടിയാണ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾക്ക് നൽകാനുണ്ടായിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ വലിയ കൊമ്പുകുലുക്കി ചിഹ്നം വിളിച്ച് കാടിളക്കി വന്ന അൻവറിന് കിട്ടിയ ഒരടി കൂടിയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനു കാരണം മുന്നും പിന്നും നോക്കാതെയുള്ള അൻവറിന്റെ പ്രവൃത്തികൾ തന്നെയാണ്. കാരണം പെട്ടെന്ന് കഴിഞ്ഞ ഞായറാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ UDF സ്ഥാനാർത്ഥിയെ ഞാൻ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നലെ ഏറെ വൈകിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത്. അത്ര കണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ വൈകിപ്പിച്ചത് അൻവർ ഒറ്റ ഒരുത്തനാണ്. രാവിലെ ഷൗക്കത്തോ ഏത് ചെകുത്താൻ നിന്നാലും ഞാൻ പിന്തുണയ്ക്കുമെന്ന് പറയും, ഉച്ചയ്ക്ക് പറയും അങ്ങനെ ആരെങ്കിലും നിർത്താനല്ല ഞാൻ രാജിവെച്ചത്. ഇങ്ങനെ തുടങ്ങി നിലമ്പൂരിനെ മൊത്തത്തിൽ മുൾമുനയിൽ നിർത്തുകയായിരുന്നു. അവസാനം ഷൗക്കത്ത് എന്ന ഒറ്റ പേരിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവനായി ഞാൻ ഇത്രയും ചെയ്തതല്ലേ, എന്നെയൊന്ന് മുന്നണിയിലേക്ക് എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ കൈകാലിട്ടടിക്കുകയാണ് അൻവർ.